വർഷിപ്പിനെ പറ്റി എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതി, അല്ലെങ്കിൽ ബൈബിൾ പരമായിട്ടുള്ള ചിന്താഗതി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിലയിരുത്തിയാലോ? അത് നല്ലൊരു ചിന്താഗതിയാണ്, നല്ലൊരു ടോപ്പിക്കാണ്. ഇനിയും അല്ല, ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ് ഈ വർഷിപ്പിനെ കുറിച്ച്. യഥാർത്ഥത്തില് ഈ വർഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് പുതിയ നിയമത്തിൽ ഒരു പ്രസക്തിയില്ല. പുതിയ നിയമത്തിൽ ആരാധനയില്ല. പുതിയ നിയമത്തിൽ ആരാധന എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. പിന്നെ എന്താ പുതിയ നിയമത്തിലുള്ളത്? പുതിയ നിയമത്തിലുള്ളത് സമ്പൂർണമായൊരു ഏൽപ്പിച്ചു കൊടുക്കൽ, ഈ മനുഷ്യനെ സേവിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ഈ സമൂഹത്തെ നന്നായി രൂപപ്പെടുത്തുന്നതിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആരാധന മൂർത്തി ഉണ്ടെങ്കിൽ ആരാധന മൂർത്തിക്ക് നമ്മൾ കൊടുക്കുന്ന ആരാധന. അപ്പോൾ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ക്ഷേത്ര, ഒരു ദൈവസങ്കല്പം, ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തിയ ദൈവത്തെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, പൂജ ചെയ്യുക, പൂ കൊടുക്കുക, പാല് കൊടുക്കുക, പിന്നെ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അങ്ങനെ ഒരു കാര്യമാണ് ആരാധന. എപ്പോഴും ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തെ പാമ്പർ ചെയ്തോണ്ടിരിക്കണം ഉദ്ദേശിക്കുന്നത്. ദൈവം അല്ലെങ്കിൽ പിണങ്ങും. എപ്പോഴും എന്തെങ്കിലും ദൈവത്തെ പറഞ്ഞ് ദൈവം നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ്. ഇതൊക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ആരാധന. ആരാധന എന്ന് പറയുന്നത് എന്താണ്? ലൈഫാണ്. നമ്മുടെ ജീവനുള്ള ഒരു യാഗമാണ്. ജീവനുള്ള യാഗം എന്ന് പറയുമ്പോൾ മരിക്കുന്നില്ലല്ലോ. അല്ല, ആ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവുമുള്ള നന്മയുള്ള ഒരു വ്യക്തിയായി തീരും. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുന്നതിന്റെ പേരാണ് അല്ലേ സമർപ്പണ ജീവിതം. അതാണ് ക്രിസ്ത്യൻ വർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പെന്തക്കോസ്തിന്റെ ഒരു രീതി നമ്മൾ കണ്ടുവരുന്നത്. അത് ഈ കരിസ്മാറ്റിക് ഇങ്ങനെയുള്ള റിവൈവൽ, ഈ പെന്റക്കോസ്റ്റൽ, ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, പെന്റക്കോസ്റ്റൽ, അതുപോലെ തന്നെ എല്ലാ ഈ മുഖ്യധാരാ സഭകളിലെല്ലാം ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുണ്ട്. അതിലും പിന്നെ ഈ റിവൈവൽ കൂട്ടങ്ങളിലെല്ലാം ഇങ്ങനെ പാട്ടുകൾ പാടി ഇങ്ങനെ ദൈവത്തെ ഉയർത്തുക. അപ്പോഴുണ്ടാകുന്ന ഒരു ഉന്മാദം, ഒരു അനുഭവം, ഇമോഷണലായിട്ടുള്ള എക്സ്പീരിയൻസുകളെയൊക്കെ പരിശുദ്ധാത്മാവാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു സൈക്കോസോമാറ്റിക് എക്സ്പീരിയൻസുകളാണ്. സൈക്കോസോമാറ്റിക് എന്ന് പറയുമ്പോൾ മാനസികവും മനസ്സും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ തലച്ചോറിലെ ഉണ്ടാകുന്ന ഈ കെമിക്കൽസിനെ എല്ലാം ഉദ്ദീപിപ്പിക്കുമ്പോൾ ഇതൊരു വൈകാരികമായ ഒരു പ്രവർത്തനമാണെന്ന് പറയാൻ പറ്റും. വൈകാരിക പ്രവർത്തനം അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ട്. ഇമോഷണലായിട്ടുള്ള ഹീലിങ്ങും ഒക്കെ കിട്ടും. ഒരു റിലീസും, സ്ട്രെസ് റിലീസും, സ്ട്രെസ്സിൽ നിന്നുള്ള റിലാക്സേഷൻ. റിയൽ ആയിട്ട് ശരിക്കും ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണോ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പരിശുദ്ധാത്മാവ് ദൈവമാണല്ലോ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പിതാവിനെ പോലെ തന്നെ ഉള്ള ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവത്തിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ്, ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മൾ ഈ വിഷയത്തിൽ എടുക്കുക വേണ്ട, ആരാധന എന്നുള്ള വിഷയത്തിൽ. അപ്പൊ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന ആ സംഭവം, ആ ഒരൊറ്റ എക്സ്പീരിയൻസോടുകൂടെ അങ്ങ് തീരുമായിരുന്നു. പിന്നെ ഒന്നും നടന്നില്ലേ? കൊർന്നല്യോസിന്റെ വീട്ടിൽ അതുണ്ടായിരുന്നല്ലോ. അത് ഈ ജാതികളെ കൂടെ അംഗീകരിക്കുന്നു. ആദിമകാലത്ത് ഈ യഹൂദന്മാരെ മാത്രമാണല്ലോ ദൈവം അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. അതുണ്ടായ ഒരു ഒറ്റ പ്രാവശ്യം, ഒരു വൺ ടൈം ഇവന്റ് ആണ്. അത് കാണിച്ചു കൊടുക്കുക. അല്ല, ഇവിടുത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ പെന്തക്കോസ്ത് എക്സ്പീരിയൻസിനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേനും അതിനെ കൃത്യമായി നിർവചിക്കാൻ കഴിയാതെ പോകുന്നു. ഇന്നും നിർവചിക്കാൻ പറ്റുന്നില്ല. ഇന്നും ഇതെന്താണ്, അല്ലെ പെന്തക്കോസ്ത് ചർച്ച്, ഇപ്പം CSI, മാർത്തോമ, അതുപോലെ തന്നെ കാത്തലിക് ചർച്ചുകൾ, മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ, അവർക്ക് കൃത്യമായ, നമുക്ക് പെന്തക്കോസ്തിന് ഭരണഘടന ഒക്കെ ഉണ്ടെങ്കിലും ഈ ദൈവശാസ്ത്രപരമായി നമ്മളെന്താണ് നമുക്ക് ഈ അടിസ്ഥാന ഉപദേശങ്ങൾ, ആ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ തിയോളജിക്കലി വാട്ട് വി ആർ എന്നുള്ളത് ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അത് ബോധ്യപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഹോളി സ്പിരിറ്റിനെ നമ്മൾ
ആക്കി വെച്ചിരിക്കുന്ന ഹോളി സ്പിരിറ്റിനെ ഒരു രൂപഭേദം വരുത്തി എന്തോ ഒരു സംഭവമാക്കി നമ്മൾ ചിത്രീകരിക്കുന്നതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. പക്ഷെങ്കിൽ ഈ ഉന്മാദത്തെ പറ്റി പറയുമ്പം ഇത്തിരി ഉന്മാദമൊക്കെ ഇത് ഉള്ളത് നല്ലതല്ലേ? ഉന്മാദം ഉള്ളത് നല്ലതാ, എക്സ്റ്റസി എപ്പോഴും നല്ലതാ, അത് ഒരു പ്രയോജനം ഉണ്ടാവും. അതിപ്പോ നമ്മൾ എക്സ്റ്റസി ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു വിഷാദത്തിലിരിക്കുന്ന ഒരാൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ അയാൾക്ക് ഈ സന്തോഷം വർദ്ധിപ്പിക്കാൻ ഡോപ്പമിൻ കൂടാനുള്ള മരുന്നുകൾ കൊടുക്കും. ചിലപ്പോ ഈ മരുന്നുകൾ കഴിച്ചിട്ട് ചിലപ്പോ ഓവറായിട്ടോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെയോ അവർ ഈ ഉന്മാദം ബാലൻസ് ചെയ്യപ്പെടണം. അത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാ, കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ തലച്ചോറിലെ ഒരു കെമിക്കൽ ആണല്ലോ ഉന്മാദം. ശരിക്കും ഉറക്കം പോലെ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടവസ്ഥയാണ്, രണ്ടും ഒരുപോലെ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് 2 പകലുകൾക്കിടയ്ക്കുള്ള ഇൻ്റർവെല്ലാണ് അല്ലേ. 2 പകൽ ടു സ്ലീപ്പ് എന്ന് പറയുന്ന നമ്മുടെ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു സോണറ്റിനകത്ത് പുള്ളി പറയുന്നുണ്ട്. ഈ 2 പകലുകൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കമില്ലെങ്കിൽ ഈ പകലുകളെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അത് 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു വലിയ സംഭവമായിരിക്കും. ഈ ഉന്മാദം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു അൺനാച്ചുറൽ എന്ന് തോന്നുന്ന, അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല, അത് ഈ ഭൂമിയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിന് സഭകളെന്നൊന്നുമില്ല, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പല രീതിയിൽ ഈ ഡിവൈൻ ബീയിങ്ങുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് നോക്കും. ഈ എക്സ്റ്റസി എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഡിവൈൻ, അതിനൊരു റിലീജിയസ് ഒരു പെർസ്പെക്റ്റീവ് പഠിക്കുമ്പോഴേ ഡിവൈൻ ബീയിങ്ങുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള ശ്രമത്തെയാണ് നമ്മൾ റിലീജിയസ് എക്സ്റ്റസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. ഇത് ശരിക്കും മറ്റേ ആ ഒരു ഭക്തി മൂവ്മെന്റ് സമയമുണ്ടല്ലോ, ഭക്തി മൂവ്മെന്റ്, ഈ സൂർദാസ്, തുളസീദാസ്, കബീർദാസ്, ഇത് തന്നെ ശരിക്കും ഇതിനെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഈ ആദ്യ കാലഘട്ടങ്ങളിലെ കവിതകൾ, ആദ്യ കാലഘട്ടങ്ങളിലെ പാട്ടുകൾ എന്ന് പറയുന്നത് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ കിന്നര ഉപയോഗിച്ചിട്ട് ഒരു സഞ്ചാരിയായൊരു മനുഷ്യൻ ഇങ്ങനെ പാട്ടും പാടി നടക്കുക. അയാളെ സംബന്ധിച്ച് അയാൾക്ക് വേറൊന്നും ചിന്തിക്കാനില്ല, വീട് ചിന്തിക്കാനില്ല, നാട്ടുകാരെ പറ്റി ചിന്തിക്കാനില്ല, ഒരു ബുദ്ധിമുട്ടോ ഒന്നും പുള്ളിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യവും ഇല്ല. പിന്നെ ഇതൊരു റിലീജിയൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ ഉന്മാദം കുറച്ചുകൂടെ അടുത്തറിയുന്നത് നമ്മുടെ മാതാ അമൃതാനന്ദമയുടെ ഒരു രീതികളുണ്ടല്ലോ, അവരുടെ പാട്ടുകളും അവരുടെ സംസാരവും അവരുടെ രീതി, അവരാളുകളോട് ഇടപഴകുമ്പോൾ അവർ തന്നെ മറ്റൊരു ബീയിങ് ആയിട്ട് മാറുന്നൊരു സംഭവമുണ്ട്. അത് ഈ ഭജനയൊക്കെ പാടുമ്പോഴേ അതെ, ഒരു വരി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടിയാൽ, ഇത് നമുക്കറിയാമല്ലോ നാടൻ പാട്ടുകള്, ഈ ഫോക്ക് മ്യൂസിക്കുകളിലൊക്കെ ഇത് കാണാം. സംഗീതത്തിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഒരു മാസ്മരികത, ഇതിലേക്ക് എത്തപ്പെടുന്നതുണ്ട്. അത് എക്സ്ട്രീം ലെവലിൽ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ആളുകൾക്ക് കാണുമ്പോൾ എന്തോ ഒരു വലിയ ഡിവൈൻ പ്രസൻസ് എന്ന് തോന്നും. ഇതെല്ലായിടത്തും ഉണ്ട്. അത് ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു കംഫോർട്ടിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ ആൾക്കാർ നിർവൃതിയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. നിർവൃതി, അതാ വൈകാരിക മൂർച്ച, ഉന്മാദത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾക്ക് ആ സമയത്ത് ഒരു പ്രത്യേക ആനന്ദം ഒരു ബ്ലിസ് ലഭിക്കാറുണ്ട്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും ലഭിക്കുന്നുണ്ട്, പ്രണയത്തിലും അതൊക്കെ ഉണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഒക്കെ അത് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇതിനെ മറ്റുള്ളവരെ ഒരു നെഗറ്റീവ് കണ്ണോടെ കാണാൻ വേണ്ടി ഞങ്ങൾക്കെന്തോ ഒരു പ്രത്യേക പകർച്ചയോ ആത്മനിറവോ കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ തങ്ങളെ തന്നെ എപ്പോഴും ഇങ്ങനെ വേർതിരിച്ച് കാണാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർലി നമ്മൾ
ഈ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ബന്ധക്കോസ് സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവരുടെ റിലീജിയനെ അവർ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ സാറാ പെന്തക്കോസൽ അതെ ഒരു പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോഴേ ഞാനിവിടുത്തെ എപ്പിസ്കോപ്പൽ സഭകളെ നോക്കുമ്പോഴും അവിടെയും ഇതെല്ലാം ഉണ്ട്. മാർത്തോമാ സഭയിലുണ്ട്, കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റുകൾ ലോകം മുഴുവനും വളരെ ശക്തമാണ്. അവിടെ എല്ലാം തന്നെ ഉണ്ട് ഇത്. പക്ഷെ അവിടെ എല്ലാം അതിനൊരു കൃത്യമായ ഒരു അതിർവരമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓവറാകുന്നില്ല. ഈ ചർച്ചിനകത്ത് ധ്യാനങ്ങളില്ല അല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും പള്ളിക്കകത്തും ഉണ്ട്. അത് ഞാൻ വിചാരിച്ചത് ചർച്ചിനകത്ത് ധ്യാനമൊന്നുമില്ല, ചർച്ചിനകത്ത് ഇവരെ കയറ്റുകയില്ല, ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോകാനുള്ള അനുമതി മാത്രമേ ഉള്ളെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, നമ്മളെ പള്ളികൾക്കകത്തെല്ലാം ധ്യാനങ്ങളുണ്ട്. മാരാമൺ കൺവെൻഷന്റെ പാട്ട് പാടുമ്പോൾ അതിൻ്റെ അകത്ത് ചില സമയത്ത് ചില സ്ത്രീകൾ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരിക്കലും സഭ പ്രോത്സാഹിപ്പിക്കത്തില്ല. അത് മറ്റൊരാൾക്ക് ദോഷമാകുന്നെങ്കിൽ അതിനെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ. അപ്പൊ മറ്റേ ധ്യാനത്തിങ്ക തീ കത്തുകയെന്ന് പറഞ്ഞാൽ എന്താ സാറേ? അതൊരു പദപ്രയോഗം എന്ന് മാത്രമേ ഉള്ളൂ. ധ്യാനത്തിങ്കൽ തീ കത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഉണ്ടാകത്തില്ലേ? എക്സ്പ്രഷൻ ഉണ്ടാകും, ശാരീരികമായിട്ടൊക്കെ ഉണ്ടായെന്ന് വരും. അത് പക്ഷെ ഒരു ചുറ്റുവട്ടം കൂടെ നോക്കിയിട്ടാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കൊരു അനുഭവം ഉണ്ടായി, തീ കത്തുന്ന പോലെ ഒരു അനുഭവം, മറ്റിതര അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. ഇത് എത്രമാത്രം സത്യമാണെന്നോ? അല്ല, സത്യമാണ്. അത് സത്യമാണ്. ശരീരത്തിൽ ചൂടും തണുപ്പൊക്കെ ഉണ്ടാവും. അത് സത്യമാണോ തെറ്റാണോ എന്നുള്ളതല്ല. ഇത് ഹോളി സ്പിരിറ്റ് ആണോ? ഹോളി സ്പിരിറ്റ് അല്ല, അതോ ഇത് ഈ എക്സ്ട്രസീവുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ഹോളി സ്പിരിറ്റ് അല്ല. മനുഷ്യന്റെ ശരീരത്തില് ഞാൻ പറഞ്ഞ പോലെ ഈ സൈക്കോസൊമാറ്റിക് അതാണ് ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിലാ പറയുന്നത്. ഇവിടെ നമ്മൾ പൊതുവായിട്ട് ഇത് പറയാൻ ശ്രമിച്ചാൽ ഇത് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. മനുഷ്യന്റെ ശരീരവും മനസ്സും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മാനസിക ആരോഗ്യം, മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തെയും ബാധിക്കും. ഇപ്പൊ നമ്മള് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഉപയോഗിച്ചു അല്ലേ? സൈക്കോസൊമാറ്റിക് അല്ലേ? ഈ സൈക്കോസൊമാറ്റിക് എന്നുള്ള ടീം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു. സോ ഈ സൈക്കോസൊമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിലെ ചാപ്റ്ററിൽ അവരെ ഫീൽ ചെയ്തത്? തീർച്ചയായിട്ടും. കാരണം മനുഷ്യന്റെ ശരീരവും മനസ്സും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അവിടുത്തെ ശിഷ്യന്മാർക്കും ഈ ശരീരവും മനസ്സും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്താണ് പറയാൻ ശ്രമിച്ചത്? അവിടെ ഒരു കാര്യം പറയാൻ ശ്രമിക്കുക. അപ്പൊ ആ പറയാൻ ശ്രമിച്ച കാര്യത്തെ അവതരിപ്പിക്കുകയാണ് ഒരു ഭാഷയിലൂടെ. പ്രാവുന്ന രൂപത്തിൽ വന്നു, അവരുടെ മേലെ അത് പതിഞ്ഞു എന്നൊക്കെ അവതരിപ്പിക്കുക. അവിടെ ശിഷ്യന്മാർക്ക് ശരീരവും മനസ്സും ഒക്കെ ഉണ്ട്. അവരും ഇതേ കാര്യം തന്നെ. ഈ ഭാഷ അല്ലേ, ഇവർ സംസാരിച്ച ഭാഷ ഡിഫറെന്റ് ലാംഗ്വേജസ് ആണ് എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു സൈക്കോസൊമാറ്റിക് എക്സ്പീരിയൻസ് വന്ന ഒരാൾക്ക്, ഇപ്പം നമ്മുടെ അങ്ങേറ്റത്തിരിക്കുന്ന ആള് സംസാരിക്കുന്നത് ജർമ്മൻ ഭാഷയാണെങ്കിൽ ഐ ഡോണ്ട് നോ ജർമ്മൻ, അപ്പം ഞാനിവിടെ ഇരുന്ന് ഇതുപോലെ ഭയങ്കര സ്പിരിച്വലി എൻറിച്ച്ഡ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക. അല്ലാതെ അവിടെ സൈക്കോസൊമാറ്റിക് എന്നുള്ള വാക്കിനെ നമ്മൾ ദൈവത്തിൽ നിന്നോ ആത്മീയതയിൽ നിന്നോ അകറ്റി നിർത്തി ചിന്തിക്കേണ്ട വാക്കൊന്നുമല്ല. മനുഷ്യന് ശരീരവും ആത്മാവും ഉണ്ട്, മനസ്സുണ്ട്, അതുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ സംഭവിക്കുന്ന കാര്യം അവർ അമാനുഷികമായി അറിയാത്ത ഭാഷകൾ സംസാരിക്കുന്നു. അല്ല, ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇത് എന്ത് ഭാഷയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളിൽ മനസ്സിലായി. അത് കേട്ടവർക്കല്ലേ മനസ്സിലായി? കേട്ടവർക്ക് മനസ്സിലായി. അതൊരു അതൊരു പ്രത്യേക വരമായിട്ട്. അവർ 18 ഭാഷക്കാരുണ്ടായിരുന്നു. ആ 18 ഭാഷക്കാർക്കും ഇവർ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അത് ആദിമസഭയ്ക്ക് ആവശ്യമായിരുന്നു. അവിടെ നടക്കുന്നത് ഒരു ചരിത്രപരമായ ഒരു അമാനുഷിക സംഭവം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന്റെ തുടർച്ചയാണ് ഇന്ന് കാണിക്കുന്ന ഈ കോലാഹലം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് കാണിക്കുന്നതുമായിട്ട് ബന്ധമില്ല. അവിടെ ദൈവം ഇടപെട്ട് ദൈവത്തിന്റെ ആ യൂണിവേഴ്സാലിറ്റിയെ ദൈവം കാണിക്കുകയാണ്. എല്ലാവരുടെയുമാണ് ദൈവം എന്നുള്ള കാണിക്കാൻ ദൈവത്തിന്റെ അത് ആവശ്യമായിരുന്നു. ഈ അമേരിക്കയില് വർഷിപ്പ് ട്രെയിനിങ് സെന്ററുകൾ
ഇവര് അത് ഇവിടെ ഉണ്ട്, ഈ നമുക്ക് എല്ലാവർക്കും. ആഫ്രിക്കൻസ് അമേരിക്കയിൽ പോയിട്ട് ഇത് പഠിക്കും. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ വർഷിപ്പും ഇത്തരം മിനിസ്ട്രികൾ ഇവർ സ്റ്റഡി ചെയ്തിട്ട് ഇവർ ആഫ്രിക്കയിൽ വന്നിട്ട് കുറച്ച് ആഫ്രിക്കൻ മിത്തുകളും ആഫ്രിക്കൻ മാജിക്കൽ സാധനങ്ങളും അതുകൂടെ ഇവർ ഇതിൽ ആഡ് ചെയ്യും. ആഫ്രിക്കൻ ലെജൻഡ് സാധനമാണ്, കഥകളും അല്ലേ? അല്ലല്ല ഈ മനസ്സിലായി. ആക്ടിവിറ്റീസ്, അത്ഭുതങ്ങൾ കാണിക്കുന്ന കുറെ അവിടുത്തെ ആഫ്രിക്കൻ രാജ്യത്തിന്റെ കുറെ മന്ത്രവാദം, ബ്ലാക്ക് മാജിക് ആണ്, അതൊക്കെ ഉണ്ട്. അത് അവര് ഇതുകൂടെ ആഡ് ചെയ്തിട്ടാണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ സാധനം എന്നിട്ട് അവർ ഇന്ത്യയിലോട്ട് കയറ്റി വയ്ക്കും. അതാണ് ഈ കേരളത്തിലെ കുറെ ആൾക്കാർ ഇത് ആഫ്രിക്കയിൽ പോയി ഈ സാധനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്റ്റൽ പ്രവൃത്തിയിൽ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിന്റെ ഹോളി സ്പിരിറ്റിന്റെ സംഭവം നമ്മൾ മാറ്റി നിർത്തിയാല് നമ്മൾ പ്രസന്റ് സിറ്റുവേഷനിലോട്ട് വന്നത് ഈ വർത്തമാന കാലത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത് പൂർണ്ണമായും ഹോളി സ്പിരിറ്റ് ആണെന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാം. 100% ഹോളി സ്പിരിറ്റ് അല്ല, അതിൽ വിച്ച് ക്രാഫ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ പറയുന്ന മാജിക് ഉണ്ട്, ഹിപ്നോട്ടിസം ഉണ്ട്, നേരത്തെ പറഞ്ഞ ഈ സൈക്കോളജി, ഉന്മാദം, എല്ലാ സംഭവങ്ങളും ഇവിടെ നടക്കുന്നു. ജനറേഷനിലും ഉണ്ട്, മറ്റിതര മതങ്ങളിലും ഉണ്ട്. അതെന്നാന്നറിയോ, ഈ പിന്നെ ഈ ഇതിന്റെ ഒരു ഉപയോഗം, ഈ ഹോളി സ്പിരിറ്റിന്റെ മറ്റേ ഇതിന്റെ ഈ കൃപാവരങ്ങളുടെയൊക്കെ ഒരു ഉപയോഗം നമ്മുടെ ഇടയിൽ അനിവാര്യമായി. അപ്പോൾ തന്നെ ഇതങ്ങനെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഇതൊരു കമ്മോഡിറ്റി ആയി മാറും. അപ്പോൾ ഈ കമ്മോഡിറ്റി ഉപയോഗിക്കണമെങ്കിൽ ഇത് കസ്റ്റമറിന് ഈ സാധനം കൊടുക്കണം. കസ്റ്റമറിന് ഈ സാധനം ആവശ്യമാണ്. കസ്റ്റമറിന് ഈ സാധനം കിട്ടുമ്പോൾ കസ്റ്റമർ പൈസ കൊടുക്കും. നമ്മൾ കടയിൽ പോയി പൈസ കൊടുത്ത് സോപ്പ് മേടിക്കുന്ന കൂട്ടി ഇതെന്ത് ചെയ്യുന്നു, ഇയാളിൽ നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്നോ പുരുഷന്മാരിൽ നിന്നോ ഇത് വാങ്ങുന്നു. അപ്പം ഇവരെന്ത് ചെയ്യും, ഇവരിങ്ങനെ അന്വേഷിച്ച് വരുമ്പം മുമ്പേ പറഞ്ഞോളൂ ഇതിൻ്റെ ഏജൻസിനെ കിട്ടും. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഇത് തുറന്ന് പറയുമ്പോഴും ഇത് വളരെ ഹിഡൻ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇവിടെ ജനം ഡിമാൻഡ്, ഈ എക്കണോമിക്സ് പഠിച്ച ഓർമ്മയുണ്ടോ പണ്ട്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ, വിശ്വാസികൾ മുഴുവൻ ആവശ്യക്കാരാണ്. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കൂടും. പ്രശ്നങ്ങൾ അപ്പൊ അവർക്ക് ഇത് ആവശ്യമാണ്. അപ്പൊ ഇത് സപ്ലൈ ചെയ്യണം, പിടിവള്ളിയാ. അപ്പം ഈ ഇത്തരം ആൾക്കാരുണ്ടല്ലോ മജീഷ്യൻസ്, ഈ മജീഷ്യൻസ് ഇത് സപ്ലൈ ചെയ്യും. കാരണം ഡിമാൻഡാണ് സാധനം, ഇങ്ങനെ ആവശ്യക്കാര് നിൽക്കുകയാണ് ലക്ഷക്കണക്കിന്. അപ്പൊ ഇതില് വാണിജ്യത്തിന് പറ്റിയ ഒരു സംവിധാനമാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ FB-യിൽ കണ്ടതാണല്ലോ. അതെ, 100 രൂപ തന്നു കഴിഞ്ഞാൽ 110 രൂപ കണ്ടില്ലേ? അപ്പൊ ഇത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. എല്ലാം ഇതിനകത്തുണ്ട്. ഇതിന് ആദിമ സഭയുമായിട്ട് ഒരു ബന്ധമില്ല. ആവശ്യക്കാരില്ലെങ്കിൽ ഇത് സ്റ്റോപ്പായി പോകും. പക്ഷെ ആവശ്യക്കാരില്ലായ്മ എന്നൊരു സംഗതി ഒരിക്കലും ഉണ്ടാവാൻ പോകും. ഈ രോഗി ഓരോ ദിവസം കഴിയും തോറും ജനം ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് കിട്ടാൻ വേണ്ടി, ചൂഷണം ചെയ്യുക. ഒരു രോഗി ഉണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് ആവശ്യമാണ് എന്ന് പറയുന്ന പോലെ ഇതിന് ആവശ്യക്കാര് ഏറെയാണ്. അതെ, എവിടെ ഒരു പ്രൈവറ്റ് സെല്ല് പുതിയ സ്റ്റാർട്ട് ചെയ്താലും അവിടെ ആളെത്തും. കാരണം മനുഷ്യൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് അവന്റെ പ്രശ്നങ്ങൾ. ഇത് നമ്മള് കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പേജ് ആയി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് കൊറോണയെ അതിജീവിച്ച് ആളുകളിലേക്ക് എന്ത് ചെയ്തു, ഞങ്ങൾക്കിത് വേണം. പുതിയ വേഷപ്പകർച്ചയിലോട്ടത് വരുന്നു. ആളുകൾ ഇതെല്ലാം മറന്നു എന്നുള്ളതാണ്. ഈ കൊറോണ സമയത്ത് ഇതെല്ലാം അടങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ ഇത് വീണ്ടും ശക്തിയോടെ എന്ത് ചെയ്തു ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുക പല വേർഷനെ. പിന്നെ മറ്റൊരു പഠിപ്പിക്കലുണ്ട്, ഈ നമ്മളിങ്ങനെ ചാടി തുള്ളി കൈയടിച്ച് അലറി കൂകി അട്ടഹസിച്ച് പബ്ലിക്കിനെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ ശബ്ദമുയർത്തി, അല്ല അതിപ്പോ പറയുന്നത് വേറെ കാര്യമുണ്ട്, അലറി കൂകി ആരാധിച്ചാലേ ദൈവം പ്രസാദിക്കുള്ളൂ എന്നാണ് പെന്തക്കോസ്ത് പഠിപ്പിക്കുന്നത്. അത് ഈ ആഴ്ചയിലും കേട്ടത് എന്താ അറിയാം, ആരാധിച്ചില്ലെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കത്തില്ലെന്ന്. അപ്പൊ അതെന്ത് ദൈവം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്, അതെന്ത് ദൈവം എന്നാണ്. എന്നിട്ട് കുറെ പോയിന്റുകളൂടാണ് ആരാധിച്ചാൽ അനുഗ്രഹം. അതാ പറഞ്ഞു, ഇത് ക്രിസ്ത്യൻ വർഷിപ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലൊന്നും അല്ല ഇവരുടെ ചിന്താഗതികൾ പോകുന്നത്. ബിബ്ലിക്കലല്ല. അല്ല, ഈ ക്രൈസ്റ്റ് സെന്റേർഡ്നെസ്സിൽ നിന്ന് സ്പിരിറ്റ് സെന്റേർഡ്നെസ്സിലേക്ക് മാറി. ക്രൈസ്റ്റ് സെന്റേർഡ്നെസ്സിൽ നിന്ന്. അപ്പം അത് ഈ തൃത്വം പറഞ്ഞു വന്നിട്ട് പിന്നെ യാഹോയുടെ ഒരു സമയം കഴിഞ്ഞു, ജീസസ് വന്നു, ജീസസിൻ്റെ ഒരു സമയം കഴിഞ്ഞു. 33.5 വർഷം ഉള്ളായിരുന്നു
പുള്ളിക്കാരൻ വരുമെന്ന് പറഞ്ഞ് പോയിട്ട് വരുമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. ഇതിപ്പോൾ ഇതിൻ്റെ കാലഘട്ടമാണ്, സ്പിരിറ്റിൻ്റെ കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പരാജയം സംഭവിച്ചത് ഈ ഹോളി സ്പിരിറ്റ് ഒരിക്കലും ജീസസിനെ ഈ രീതിയിൽ റീപ്ലേസ് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ, ഹോളി സ്പിരിറ്റിൻ്റെ യുഗമാണെന്ന് പറയുമ്പോഴും സാറ് പറഞ്ഞതുപോലെ ജീസസിനെ നമ്മൾ പിന്നെ ചൂണ്ടയിട്ടാൽ പോലും കിട്ടാൻ പറ്റാത്ത പരുവത്തിന് എന്ത് ചെയ്തു, ശരിയല്ലേ? അത് ഈ പറഞ്ഞ ഈ ന്യൂമാറ്റോ സെൻട്രിക്, അത് ദൈവത്തെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ എപ്പോഴും ബേസിക് ക്രിസ്ത്യൻ തിയോളജിയിൽ നിന്നുകൊണ്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും ഈ വേർതിരിച്ച് കാണുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം ഒന്നേ ഉള്ളൂ. അല്ല, ഇത് മുറിച്ചിട്ട് ഈ മൂന്നാമത്തെ മുറിക്കലിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ദിസ് ഈസ് ദ സീസൺ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അങ്ങനൊന്നുമില്ല. ഹോളി സ്പിരിറ്റിന്റെ സീസൺ ആണെന്ന് പറഞ്ഞിട്ട് മുമ്പേ പറഞ്ഞതുകൊണ്ട് എല്ലാ സ്പിരിറ്റും കൂടെ കൂടിയുള്ള ഒരു തരം അവസ്ഥകൾ. അങ്ങനില്ല ശരിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ആ രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട് ഒരു പരിധി വരെ. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരാധന എന്ന് പറയുന്നത് ഈ 2 പാട്ട് പാടി പെന്തക്കോസ്തിൽ നമ്മൾ കാണുന്നതാണ്. ആദ്യത്തെ പാട്ട് പാടി കഴിഞ്ഞു, രണ്ടാമത്തെ പാട്ട് പാടി അതിന്റെ അവസാനം ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തപ്പെടുകയും കൈയടിച്ചു ഭയങ്കരമാകുന്ന ശബ്ദവലാകനങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നതാണ് ആരാധന എന്ന് തെറ്റിദ്ധരിക്കുന്ന വിശ്വാസികളാണ് ഈ, മനസ്സിലായി? അപ്പൊ അതവര് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്, ഇതാണ് ആരാധന. ഈ പാസ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് തിയറിയാണ് ഉപയോഗിക്കുന്നത്. പെർഫോം ചെയ്യുക. നമ്മൾ കഥകളിയിൽ നമ്മൾ പല സംഭവങ്ങൾ ചെയ്യുമല്ലോ, എനിക്കതിൻ്റെ ടെക്നിക്കൽ പേരൊന്നും ഓർമ്മയില്ല. അപ്പോൾ കഥകളിക്ക് മുമ്പേ മണിക്കൂറുകൾ സമയമെടുത്ത് ആ മുഖത്തിടേണ്ട കാര്യങ്ങളെല്ലാം ഇട്ട്, ഈ വാനപ്രസ്ഥം പോലുള്ള സിനിമയിൽ മോഹൻലാലൊക്കെ അതിനുവേണ്ടി അഭിനയിക്കുമ്പം പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. മണിക്കൂറുകളോളം അതിനുവേണ്ടി സമയം ചെലവഴിച്ച് മണിക്കൂറുകൾ ഒരു ഷോട്ടിനൊക്കെ വേണ്ടിയിട്ട് മണിക്കൂറുകൾ കാത്തിരിക്കുക. ഈ പെർഫോമൻസ് ഇപ്പം ആക്ച്വലി ഞാൻ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ ഈ കുഞ്ഞു മീശ പോലും ഇത് നമ്മുടെ പെർഫോമൻസിനെതിരാണ്. ഈ ഒരു കുഞ്ഞു മീശയാണ്. പക്ഷെ വെൻ ഐ ഗോ ടു സ്കൂൾ മീശ അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോൾ. പക്ഷേ വെൻ ഐ ഗോ ടു ചർച്ചിൽ മീശ എന്ത് ചെയ്യുന്നില്ല, ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ പെർഫോമൻസാണ്, പെർഫോം ചെയ്യുക, വെള്ള വസ്ത്രം ധരിക്കുക, ക്ലീൻ ഷേവ് ചെയ്യുക. ക്ലീൻ ഷേവ് അല്ലെങ്കിൽ നമ്മൾ മീശയും തീശയെല്ലാം വെച്ച് ഇങ്ങനെ നടക്കുക, പ്രത്യേക രീതിയിൽ പ്രത്യേക സ്റ്റൈലിൽ സംസാരിക്കുക. ശരീരത്തിൻ്റെ ചലനങ്ങൾ പോലും പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ പുറത്തുള്ള ഒരു ചലനവും നമ്മളവിടെ ഇപ്പം നമുക്കൊന്ന് ചിരിക്കാൻ തോന്നിയാൽ നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒന്ന് കുനിയാൻ തോന്നിയാൽ കുനിയാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്നൊരു പ്രാക്ടീസുണ്ട്. ആ പ്രാക്ടീസിൻ്റെ ഭാഗമാണ് ഈ പാട്ട് തീരുമ്പോൾ ഉള്ള ബഹളവും. ഈ പാട്ട് തുടങ്ങുമ്പോഴും വേണേൽ ബഹളം വെക്കാമല്ലോ, അതെന്താ വെക്കാതെ? അല്ല, വാദ്യോപകരണം നിന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. ചെയ്യാം. വാദ്യോപകരണം നിൽക്കുമ്പോൾ ഇതെന്താ നിൽക്കുന്നത്, പിടിച്ചു നിർത്തിയോന്ന് വെക്കുകയാണ്. കീബോർഡ് സ്റ്റോപ്പ് ആകുമ്പോൾ എന്താ ഇത് നിൽക്കുന്നത്? അതായത് ഈ ഹോളി സ്പിരിറ്റ് അല്ലല്ലോ. ഞായറാഴ്ചകളിൽ 4 ചുവരുകൾക്കുള്ളിലാണ് ഈ ബഹളം നടക്കുന്നത്. ദിസ് ഈസ് ഓൺലി എ പ്രാക്ടീസ്. ബിക്കംസ് എ കൾച്ചർ. അപ്പോൾ വി കനോട്ട് ബ്രേക്ക് ദിസ് കൾച്ചർ. ഇതൊരു കൾച്ചറായി മാറി, അല്ലേ? ഈ കൾച്ചറിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതേ നമ്മൾ തന്നെ CSIക്കാരുടെ ശുശ്രൂഷ ചെന്ന് ഇനി ഈ പണി നടക്കുമോ? അവർ 4 പാർട്ട് സെറ്റ്, അല്ലേ? അവരുടെ ശവസംസ്കാര ശുശ്രൂഷകളും അവരുടെ വിവാഹ ശുശ്രൂഷകളും ഒക്കെ 4 പാർട്ട് സെറ്റാണ് പാടുന്നത്. 4 പാർട്ട് സെറ്റ് പാടി തീരുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുമോ അവിടെ? അതെന്താ? ഇത് തന്നെ പുറത്ത് ജാസ് ഈജിപ്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ തൊള്ളുന്നുണ്ട് ആൾക്കാർ. ഈ ഋതം കേൾക്കുമ്പോൾ അവരും വേറൊരു നിർവൃതിയിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ ഈ ഉന്മാദവും ഹോളി സ്പിരിറ്റും ഒന്നാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പാട്ട് തീരുമ്പോൾ ആളുകൾ കൂടുതൽ ശബ്ദം വെക്കുകയും
അന്യഭാഷ പറയുകയും ചെയ്യുമ്പോൾ അവര് ഹോളി സ്പിരിറ്റ് ആണെന്നും പറഞ്ഞു ഭാഷയൊന്നും അന്യഭാഷയില്ല, അത് കാണാതെ പഠിച്ച് മെമ്മറിയാണ്, മെമ്മറിയാണ്. എനിവേ അവര് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം. അപ്പോൾ അവര് പറയുമ്പം അന്യഭാഷ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞവര് അവരൊരു ഉന്മാദ അവസ്ഥയിൽ എത്തുന്നുണ്ട്. ഇവിടുത്തെ എൻ്റെ ചോദ്യം, ഈ ഉന്മാദത്തെ ഹോളി സ്പിരിറ്റ് എന്ന് തെറ്റിദ്ധരിക്കുകയാണോ? നേരത്തെ പറഞ്ഞത് ഈ സ്ട്രെസ് റിലീസ് അതൊരു പ്രധാന ഘടകമാണ്. ഡ്രഗ്സ് ആളുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അതെ, അതൊരു ഉന്മാദത്തിലേക്കാണ്, മറക്കാൻ. അല്ല ഇവിടെ ഈ കൈയടിച്ച് ആരാധി തുള്ളി ചാടുമ്പോ ഇനി അന്യഭാഷ തന്നെ അവര് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു റിലീഫ് സംഭവിക്കുന്നുണ്ട്. അത് അവര് തെറ്റിദ്ധരിച്ചിട്ട് ഹോളി സ്പിരിറ്റ് ആണെന്ന് പറയുന്നു. ഇത് നമ്മൾ സെക്യുലർ ആയിട്ട് ചെയ്താലും റിലീഫ് ഉണ്ടാകും. ഹോളി സ്പിരിറ്റ് അതാണ് ഞാൻ പറയുന്നത്, സെക്യുലർ ആയിട്ട് ചെയ്ത്, അതായത് അതൊരു ഉന്മാദത്തിലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ വിധത്തിലാണ് പ്രാധാന്യം. ഒരു അതർ വേൾഡ്ലി എക്സ്പീരിയൻസ് എന്നൊരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ ഈ ബാലൻ വക്കീൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മുടെ ദിലീപ് ചെയ്തൊരു സിനിമയ്ക്കകത്ത് പുള്ളിയുടെ അപ്പൻ, പുള്ളി ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളും ഭയങ്കര ആ ഒരു സംഭവമാണ്. അപ്പോൾ പുള്ളി ആ ഒരു സീനിൽ ആദ്യമായിട്ട് പുള്ളി വരുമ്പം ആ അപ്പൻ മോനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ വലിച്ചു വന്നിട്ട് പുള്ളിയോട് പറയുന്നുണ്ട്, നീ ചന്ദ്രൻ കണ്ടോ, എനിക്ക് ഇതൊക്കെ ഉപയോഗിച്ചാൽ എനിക്ക് അവിടെ പോകാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആളുകൾക്ക് കുറച്ച് നേരമെങ്കിലും 24 മണിക്കൂറിൽ ഈ ഉപവാസ പ്രാർത്ഥനകളും മറ്റ് പ്രാർത്ഥനകളിൽ നിന്നെല്ലാം ഒരു ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നില്ലേ കുറച്ച് നേരമെങ്കിലും എവിടെ അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ലോകത്തേക്ക് എത്തുക. നിങ്ങൾ ഞാനും ഒരുമിച്ചിരുന്നു, നമ്മൾ 2 മണിക്കൂർ അന്യഭാഷ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എനിക്കും മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും മനസ്സിലായില്ല. പക്ഷേ ഈ 2 മണിക്കൂർ നമ്മൾ വേറൊരു ലോകത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗം. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഉന്മാദമൊക്കെ ആക്ച്വലി ഉപയോഗിക്കുന്നത് എ കൈൻഡ് ഓഫ് എസ്കേപ്പിംഗ്. നമുക്ക് എസ്കേപ്പ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. നന്നായിട്ട് പഠിച്ചാലേ ജയിക്കുള്ളൂ നമുക്കറിയാം. പക്ഷേ കൊച്ചിനോട് പറഞ്ഞു, നീ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം അല്ലേ, ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ ഇന്ന പരിപാടി നടക്കുന്നു, നിനക്ക് യോഗത്തിന് പോകാൻ നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൊച്ചിൻ്റെ മനസ്സിൽ പരീക്ഷയുണ്ടെങ്കിലും കൊച്ചും ഈ ഇടയ്ക്ക് കൈയടിക്കുമ്പോൾ ബഹളം വെക്കുന്നതിനിടയ്ക്ക് ആക്ച്വലി ദാറ്റ് സ്റ്റുഡൻറ്റ് ഹിംസെൽഫ് ഈസ് ട്രൈങ് ടു എസ്കേപ്പ്, രക്ഷപ്പെടാനുള്ളൊരു ശ്രമം കുറച്ച് നേരത്തെങ്കിലും ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതൊരു തരം ആളുകളെ കുറച്ച് നേരം ഇന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചെന്ന് ചോദിക്കത്തില്ലേ? അല്ല, ഇതേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവ സാന്നിധ്യമാണെങ്കിൽ അന്ന് അനുഭവിച്ച ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നാളെ ആ പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ വീണ്ടും അവർ ഈ പ്രശ്നത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതെ, നല്ലൊരു എനർജി കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. എനർജി കിട്ടി തന്നെ, ഓക്കെ, അത് കഴിയുമ്പോൾ എനർജി എന്ന് പറയുന്നത് സൈക്കോസോമാറ്റിക്. പക്ഷെ അത് ഗുണകരം അല്ലേ എന്നാണ് എന്റെ. അത് ചെയ്തോളൂ. ഞാൻ പറയുന്നത് ഇത് ഹോളി സ്പിരിറ്റ് ആണെന്ന് പറയുന്നതിലാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. എല്ലാം ഹോളി സ്പിരിറ്റ് അല്ല. അതെ, നിങ്ങൾ അന്യഭാഷ പറഞ്ഞോ, അത് മെമ്മറിയാണ്, ഹോളി സ്പിരിറ്റ് അല്ല. നിങ്ങൾ കൈയടിച്ച് ആരാധിക്കോ, പക്ഷെ ആരാധന കീബോർഡ് നിർത്തുന്നെങ്കിൽ ഹോളി സ്പിരിറ്റ് അല്ല. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ ഒരു പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതും സംശയം. ഫെലോഷിപ്പ് എന്ന് പറയുമ്പം നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ചിരിക്കുന്നതാണ് ഫെലോഷിപ്പ്. അപ്പോൾ ഈ 4 പേരും കൂടെ ഒരുമിച്ച് ഒരു മനസ്സോടെ ചായ കുടിക്കുന്നതും ഒരു മനസ്സോടെ ആഹാരം കഴിക്കുന്നതും, നമ്മൾ 4 പേരും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനുണ്ടെങ്കിൽ പിന്നെന്തിന് നമുക്ക് പുറത്തൊരു കാര്യത്തെ ഓർത്ത് നമ്മൾ. പക്ഷെ അത് ഇന്ന് സംഭവിക്കുന്നില്ല സാറേ, ഇന്നത് സംഭവിക്കുന്നില്ല. ശരിക്കും ഈ ആരാധന എന്ന് പറയുമ്പോൾ തന്നെ കൂടി വരുന്നത് കൂട്ടായ്മ, ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ്. പരസ്പരം എന്ത് ചെയ്യുകയാണ്, പങ്കുവെക്കലാണ്. ഇന്നതുണ്ടോ? അല്ല, ഈ കൂട്ടായ്മയ്ക്ക് വന്നിട്ട് ദൈവം ശിക്ഷിക്കും അടങ്ങി മസിൽ പിടിച്ചല്ലേ ഇരിക്കുന്നു. അതെ, ഫ്രീ ഇല്ലല്ലോ. പോലീസ് സ്റ്റേഷൻ മാതിരിയാ സഭകൾ. അതെന്ത് കൂട്ടായ്മയാണ്? നമ്മുടെ ഇതാ ശരിക്കും കൂട്ടായ്മ എന്ന് പറഞ്ഞത് അല്ലേ? നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റണം, ഉൾക്കൊള്ളാൻ പറ്റുന്നു. അതെ, ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യേശു പഠിപ്പിച്ച കാര്യങ്ങളും ആദിമസഭയുടെ രീതികളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ബന്ധം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അപ്പോസ്തല പ്രവൃത്തി നടന്നൊരു സംഭവം.
അപ്പോൾ ആ സംഭവത്തെ പിടിച്ചുകൊണ്ടാണ് ഇന്നും ആളുകൾ പോകുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ എന്തുവാ നടന്നത്? ആ ഭാഷ ഉപയോഗിച്ചത് അതേപടി എടുക്കുക. നമുക്കറിയാം ബൈബിളിനെ എങ്ങനെ കാണുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഇവാഞ്ചലിക്കൽ ഈ വിഭാഗത്തിലുള്ള ആളുകൾ, പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ സർക്കിളിലെ വേദപുസ്തകത്തെ കാണുന്നത് ആ വാക്കുകളെ അതേപടി എടുക്കുക. ഓരോ വാക്കുകളും കയറി പിടിക്കുകയാണ്. അഗ്നിജ്വാല പോലെ വന്നു എന്ന് പറഞ്ഞാൽ അവർ അതേപടി അങ്ങ് എടുക്കുകയാണ്. അപ്പൊ അതാണ് പ്രശ്നം കൂടുതൽ വരുന്നത്. അപ്പൊ അന്യഭാഷ സംസാരിച്ചു, യഥാർത്ഥത്തിൽ അവിടെ എന്തുവായിരുന്നു? ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു ലോകത്തെ മുഴുവനും. അവിടെ എല്ലാ ഭാഷകളെയും ഉള്ള ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ യുഗം അവിടെ ആരംഭിക്കുകയായിരുന്നു. അതാണ് അതിന്റെ സന്ദേശം എന്ന് പറയും. ആ സന്ദേശം പറയാൻ എഴുതി വെച്ച കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യാനാ? അതായത് വേറെന്തോ സാറ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ആദ്യം ഭാഷയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് ഈ ബാബേൽ ഗോപുര ആ സംഭവമാണ് ഇല്ലേ? നമ്മുടെ ട്രാൻസ്ലേഷൻ ആണെങ്കിലും ഭാഷയാണെങ്കിലും അവിടെ സ്കാറ്റേഡ് ആയി പോയ ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, ലാംഗ്വേജ് എക്സ്പീരിയൻസ് ഉണ്ട്. ആ നേരം വരെ അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെങ്കിൽ ആ ഒരു സംഭവത്തിൽ ദൈവത്തിന് മേളിൽ കയറുമോ എന്നൊരു ഭയമുണ്ടായിട്ട് ഈ ആളുകളുടെ ഭാഷയെ കലക്കിക്കളയുന്നു. ശരിക്കും ആ ന്യൂ ടെസ്റ്റ്മെൻ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞതുപോലെ ഭാഷകളെല്ലാം ഒന്നായി മാറുന്നു. അത് ഈ പറയുന്ന ഭാഷകൾ തന്നെ ആവണമെന്നില്ല. ഇപ്പം നമുക്ക് നല്ലൊരു സ്നേഹമുള്ള ഒരാളുടെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാഷ പോലും ആവണമെന്നില്ല അവൻ്റെ ഭാഷ, അല്ലേ? നമ്മൾ ട്രെയിനിലൊക്കെ ചില ആളുകളോട് കൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ട്രെയിനിലൊക്കെ നമ്മൾ നോർത്തിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്ക് 2-3 ദിവസമൊക്കെ ഈ ആൾ നമ്മുടെ കൂടെ കാണും. പക്ഷെ നമുക്ക് അവരുടെ ഹിന്ദി അല്ലാത്ത വേറൊരു ഭാഷ ആയാൽ പോലും നമുക്ക് ഈ 3 ദിവസം അവരൊരു ബേർഡനായിട്ട് തോന്നത്തില്ല. അവരൊന്നും പറയാതെ തന്നെ നമുക്ക് അവർ 1 മണിക്കൂർ കൊണ്ട് തന്നെ അവരുടെ രീതികളും അവരുടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, പിടികിട്ടും. ആക്ച്വലി ഇതൊരു എക്സ്പീരിയൻസ് എന്നുള്ളതേ ഉള്ളൂ. ഉന്മാദത്തിലാവുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യനുണ്ടാകും. അതൊരു സൈക്കോളജിസ്റ്റിനോടോ ഒരു സൈക്കാട്രിസ്റ്റിനോടോ ന്യൂറോ സയൻസ് തലച്ചോറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. അവിടെ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ. അല്ല അവിടെ വരെ നമ്മൾ പോകത്തില്ലല്ലോ. അല്ല, നമുക്ക് അവിടെ പോകാൻ പേടിയാണ്. കാരണം ഇവിടെ നമ്മൾ ദൈവത്തെ നിഷേധിക്കുമോ, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുമോ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് നമ്മൾ അത്രയും ചിന്തിക്കാനായി പറഞ്ഞ ഈ കാര്യം ഭയങ്കരമാണ് കേട്ടോ ആൾക്കാരുടെ ഇടയിൽ. ദൈവത്തെ നമ്മൾ നിഷേധിക്കുന്നു, ദൈവത്തിന് എതിര് പറയുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ദൈവം എന്ന് പറയുന്നത് നമ്മൾ സാധാ മനുഷ്യനെ പോലെ ഒരാളിങ്ങനെ മേളിലിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്. അത് വളരെ ഏറ്റവും ചെറിയ ചിന്തയാണ്. ദൈവം എന്ന് പറയുന്നത് വിശുദ്ധനായ 100% പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അത്രയും വരെ ഉള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാട്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ വിശാലതയോ ഒന്നും ഇല്ല. അങ്ങനെ ചിന്തിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആളുകളെ ഇങ്ങനെ കെട്ടി അവരുടെ കൂട്ടിൻ്റെ അകത്ത്, അവരുടെ തൊഴുത്തിൻ്റെ അകത്ത് കയറൊക്കെ കെട്ടി അവരുടെ വരുതിക്കകത്താക്കി നിർത്താൻ പറ്റുകയില്ലല്ലോ. അതെ, ഉപജീവനം നഷ്ടപ്പെടും. അത് നമ്മൾ ഈ താറാവിനെ കൊണ്ടുപോകുന്നവര് അല്ലേ, ഒരു ചെറിയ 4 സൈഡും കെട്ടിത്തിരിച്ച് വൈകിട്ട് ഈ താറാവിനെ അവിടെ കൊണ്ടുവന്ന് മുട്ടയൊക്കെ എടുത്ത് കുറെ കഴിയുമ്പോൾ ഇത് ചത്തുപോകുമ്പോൾ കുഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയായി. മതം, ദൈവം ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാഷ്ട്രീയം വരെ മതവൽക്കരിക്കപ്പെടുക. ഇന്ത്യയിൽ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയം മതവൽക്കരിക്കപ്പെടുക. മതത്തിന്റെ ഭാഷകളെ രാഷ്ട്രീയത്തിലോട്ട് എന്ത് ചെയ്യുക, ഏറ്റിട്ട്. അപ്പൊ അത്രയ്ക്ക് റിലീജിയന്, വിശ്വാസങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ വർഷിപ്പില്ല, സർവീസാണ്, ജീവിത രീതിയാണ്, ജീവിക്കുക, അത്രേ ഉള്ളൂ. അതാണ് യേശു എല്ലാം. ഇപ്പൊ ശബരിയാക്കാരൻ്റെ എല്ലാ ഉപമകളിലും യേശുവിന്റെ ഓരോ ആക്ടിലും യേശുവിന്റെ നോട്ടത്തിലും വാക്കുകളിലും എല്ലാം മനുഷ്യനാണ് പ്രാധാന്യം കൊടുത്തത്. ദാറ്റ് മീൻസ് ചർച്ചിൽ വന്നിട്ട് ഈ ശക്തി പ്രകടനമല്ല ആരാധന. പൗലോസ്ലീഹ പറയുന്നത് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് അല്ലേ, ആൻഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ലോർഡ് ഡ്വെൽസ് ഇൻ യു. നിങ്ങൾ ദൈവത്തിന്റെ. അത് അന്ന് അവിടെ ടെമ്പിൾ ഉണ്ടായിരുന്നോണ്ട് യഹൂദന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടി അത് പറഞ്ഞത്. കാരണം അത് നമ്മളെ പോലും അധികം ബാധിക്കുന്ന ഒരു വാക്യമല്ല. നമ്മളെ പോലും ബാധിക്കുന്നില്ലെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഞാൻ പറയുന്നത്. വി ക്യാൻ ബിക്കം എ ടെമ്പിൾ അല്ലേ.
നമുക്ക് വളരെ പ്യുവറായിട്ടും പെർഫെക്റ്റ് ആയിട്ടും മറ്റൊരാൾക്ക് ശല്യമില്ലാതെ നമ്മളെ കാണുന്ന ആളുകൾ കൂടുതൽ നമ്മുടെ അരികിലേക്ക് വരാൻ പാകത്തിന് നമുക്ക് മാറാൻ പറ്റും. നീതി വസിക്കുന്ന ഒരു ലോകം, സമാധാനം. ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുക, പൂർണ്ണമായും സമാധാനമുള്ള മനുഷ്യരായി കാണാൻ പറ്റുന്ന, ആരെയും കൊല്ലാൻ മനസ്സ് വരാത്ത, അല്ലാതെ ഇപ്പൊ ആരാധനയ്ക്ക് എന്തോ ഒരു കുറെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നോണ്ട് ഈ യുദ്ധങ്ങളോ വല്ലതും മാറിയോ? ഒന്നും മാറിയില്ലല്ലോ. എന്തെങ്കിലും അക്രമങ്ങൾക്കോ അനീതികൾക്കോ ഒന്നിനും യാതൊരു മാറ്റവും. ഈ ആരാധന തന്നെ കാപട്യമാണെന്ന് മനസ്സിലാവും ഇതിന് പറയുന്നത്. അതായത് അടുത്തിരിക്കുന്നത് നന്നായിട്ട് കൈയടിച്ച് ഇങ്ങനെ അന്യഭാഷ പറയുമ്പം അടുത്തിരിക്കാൻ നോക്കുമ്പോൾ എന്നെക്കായി ഒന്നുകൂടെ മെച്ചമായിട്ട് പറയുന്നു, അവനൊക്കെ ഒന്നുകൂടെ മെച്ചമായിട്ട് എനിക്ക് പറയണമെന്ന് വിചാരിച്ച് വാശിയോടെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിപ്പോ ആരാധനയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ആരാധന, ഇതിന് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് പോലും ഒരു ബന്ധമില്ല. ഇത് ഒരു എന്താ പറയുന്ന ഒരു ട്രൈബൽ, ഇപ്പൊ നമുക്കറിയാം ഗോത്ര ദൈവ സങ്കല്പങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഗോത്ര ദൈവങ്ങളുടെ ആരാധന നമ്മൾ പോയി നോക്കി അറിയാം. ഗോത്ര ആരാധന, അതിൽ ഒരു ഗോത്രത്തിൽപ്പെട്ടവനും മറ്റേ ഗോത്രത്തിൽപ്പെട്ടവനെ കാണരുത്. ഇവിടെ മന്ത്രവാദം ചെയ്യും, തൊട്ടപ്പുറത്തെ അതിൽ കിടക്കുന്ന ഗോത്രത്തില് ആൾക്കാർ ചാകാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഇതൊരുതരം അങ്ങനെ ഒരു ഗോത്ര ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥ അതായത് ട്രൈബ്സിന് പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ട്രൈബൽസിന്റെ ഇടയിലൊക്കെ ഉള്ള ആരാധന രീതികളും ഇതുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പാണ്. ഈ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഹാർമോണിയസ് അല്ല. അതായത് ഈ 1 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറുള്ള ഈ സങ്കീർത്തന പ്രസംഗങ്ങളിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറുള്ള സങ്കീർത്തന പ്രസംഗങ്ങളിൽ വിദ്വേഷമാണ് പറയുന്നത്. ശത്രു, വിദ്വേഷം, യഹോവയായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ ആക്ച്വലി ഈ സാറ് പറഞ്ഞ തൊട്ട് ഈ ശരിക്കും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ ഗോത്രവർഗക്കാർ തമ്മിൽ ഭയങ്കര പ്രശ്നമുള്ളത്, ഒന്നിനൊന്നിനെ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം ശത്രുക്കളാണെന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യുക, വിശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ പോസിറ്റീവ് ഘടകം എന്ന് പറഞ്ഞാൽ മ്യൂസിക്, പാട്ടുകളിലെ വാക്കുകൾ, വൊക്കാബുലറീസ്, ഡിഫറെൻറ്റ് രാഗങ്ങളിലുള്ള പാട്ടുകൾ, ഇതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ പാട്ട് തീരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നമുക്ക് അതിനെ ആ രീതിയിൽ കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഞാൻ ഈ ആരാധനയെ കുറിച്ച് പഠിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ലിറ്റർജി, സഭകളുടെ ലിറ്റർജീസ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഈസ്റ്റേൺ വെസ്റ്റേൺ ആരാധനാക്രമങ്ങളൊക്കെ ഞങ്ങൾ ആത്മാവ് നിയന്ത്രിക്കുന്നോട്ടേ പോത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആരാധന എന്ന് പറയുന്നത് റോമാലേഖനം 12-ാം അധ്യായത്തിനകത്ത് പറയുന്നത് പോലെ ജീവിത രീതി, ദൈവത്തോടുള്ള സമർപ്പണത്തോടുള്ള ജീവിത രീതിയാണ് ആരാധന. അല്ലാതെ ഈ 4 ചുവരുകൾക്ക് ഫോളോയിങ് ക്രൈസ്റ്റ് ആണ് ശരിക്കും. 4 ചുവരുകൾക്കുള്ളിൽ കിടന്നുള്ള ബഹളം വെപ്പല്ല ആരാധന എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തോർത്തെടുത്ത് ശിഷ്യന്റെ കാല് കഴുകിയതാണ് ശരിക്കും, അല്ലേ? ആ രീതിയിൽ ജീസസിന് കഴിയുമെങ്കിൽ, ജീസസ് ചെയ്തെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ആദിമകാലത്ത് ലിറ്റർജി ഉണ്ടാക്കാനുള്ള കാരണം ക്രൈസ്തവ വിശ്വാസത്തെ സംരക്ഷിക്കുക. ആരാധന ലിറ്റർജി ക്രൈസ്തവ വിശ്വാസത്തെ സംരക്ഷിക്കുക. ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് അടുത്ത തലമുറകളിലേക്ക് കൈമാറി കൊടുക്കാൻ കാവ്യരൂപത്തിൽ ലിറ്റർജി, അതായത് പോയറ്റിക്കൽ തിയോളജിയാണ്. ഈ ദൈവശാസ്ത്രം അടുത്ത തലമുറകളിലേക്ക് പോകണം, ഈ വിശ്വാസം അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. ഇതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള എററുകളും ഉണ്ടാകരുത്. കൃത്യമായ ഹെറസി ഇല്ലാത്ത ദൈവശാസ്ത്രം, അങ്ങനെയാണ് ലിറ്റർജി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് പാട്ട് രൂപത്തിലാണ്, കാവ്യരൂപത്തിലാണ്. പെട്ടെന്ന് കൺവേ ചെയ്യപ്പെടുന്നു. ആ ലിറ്റർജിയെ അത് എഴുതപ്പെട്ടതായതുകൊണ്ട് ഇതുപോലുള്ള കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത ഇതിലേക്ക് വന്നപ്പോൾ അവർ സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി. അതിൻ്റെ അകത്ത് ഈ തിയോളജി ഇല്ല. അപ്പൊ ഇതൊന്നും അല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞൊരു സംഭവമേ പുതിയ നിയമത്തിലെ പ്രസക്തി ഇല്ല. പിന്നെ നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി വേണേൽ പ്രൈസ് ചെയ്യാം ദൈവത്തെ, അത് നമുക്ക് വേണ്ടിയാണ്. കൺസ്യൂമിങ് ഫയർ എന്നാണ്, അല്ലേ? ദൈവത്തിന് ഇത് ആവശ്യമില്ല പ്രൈസിങ്. സ്വീകരിക്കുന്ന ദൈവമല്ല, ഒരു മെഴുതിരി പോലെ നമ്മൾ കത്തിത്തീരുന്നതാണ്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലാണല്ലോ. അതൊരു ജൂയിഷ് റിലീജിയസ് കോണ്ടെക്സ്റ്റ് ആണ്. ജൂയിഷ് ഇസ്രായേലിയ മതത്തിന്റെ ഭാഗമായുള്ള ജനവിഭാഗമാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ ചുറ്റുപാടും അവർക്കറിയാവുന്ന മതസങ്കല്പങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട്
അവരുടേതായ വിശ്വാസങ്ങളെ അവർ രൂപപ്പെടുത്തി, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മൾ അവിടെ കിടക്കേണ്ട ആവശ്യം. നമ്മൾ ഇതിനകത്തൊരു ഈ ബന്ധക്കോസൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കുറേ സംസാരിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ അതിനകത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ആരാധനയെക്കുറിച്ചൊരു പൊതുവായ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു വെക്കാത്തതിൻ്റെ കാരണം എന്താണ് ആരാധനയെന്നും പറഞ്ഞ് 100 പുസ്തകം എഴുതണം അല്ലേ? ആ പുസ്തകം വിൽക്കണം. എന്താണ് പ്രാർത്ഥനയെന്ന് നമ്മൾ എഴുതി വെക്കത്തില്ല. ജീസസ് പഠിപ്പിച്ച പ്രയറും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പാടത്തില്ല. എന്താണ് പ്രാർത്ഥനയെന്ന് നമ്മൾ പുസ്തകം എഴുതും, ശരിയല്ലേ? അപ്പം ഇവിടെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്തും ഇല്ലാത്ത കുറേ ആളുകളെല്ലാം കൂടിയിട്ട് അവരവരുടേതായ കുറച്ച് കച്ചവടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായിട്ടിത് അറിഞ്ഞോ അറിയാതെയോ മാറുന്നുണ്ട്. നമ്മളിത് പറയുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കുമായിരിക്കും, പക്ഷേ മാറുന്നുണ്ട്. ആരാധന എന്താണ്? നമുക്കൊരു ചർച്ച് എന്ന നിലയിൽ ബന്ധക്കോസ് ചർച്ച് ആണെങ്കിലും വാട്ട് ഈസ് വർഷിപ്പ് ആൻഡ് ഹൗ ടു വർഷിപ്പ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് ലിറ്റർജി ഉണ്ടാക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം അല്ലേ? അതിനുള്ള സിനഡ് വിളിച്ചു കൂട്ടി അതിനുള്ള ആളുകളെ ക്രമീകരിച്ച് അതുണ്ടാക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. പിന്നെ അതൊന്നും ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. ഈ ഒരു സമൂഹത്തെ നമുക്ക് പറഞ്ഞു തിരുത്താനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.